ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ആർട്ട് വീഡിയോ അല്ല, ഇന്നൊരു ക്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് ഇതുപോലൊരു അടിപൊളി കാറ്റാടി ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇത് നിങ്ങൾ ചെറുപ്പത്തിലെല്ലാം കളിച്ച് നോക്കിയിട്ടുള്ള സംഭവമായിരിക്കും. ഇത് നമ്മളൊരു ഈർക്കിലോ അല്ലെങ്കിൽ ഒരു കൂർത്ത സംഭവത്തിൽ വെച്ച് ഓടുന്ന സമയത്ത് ഇത് ഭംഗിയിൽ കറങ്ങുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കുകയാണെങ്കിൽ ഫസ്റ്റായിട്ട് നമുക്ക് വേണ്ടത് ഒരേ നീളത്തിലുള്ള 3 പേപ്പർ പീസുകളാണ്. അത് നമുക്ക് ഒരു സ്കെയിലിൻ്റെ സഹായത്തോടെ ഈ പേപ്പറിൽ നിന്ന് കീറിയെടുക്കാം. ഞാൻ ഈ സ്കെയിലിൻ്റെ വീതിക്കാണ് പേപ്പർ എടുക്കുന്നത്. ഒന്നായിട്ടുണ്ട്, ഇതുപോലെ 2 കൂടി വേണം. അതിനുശേഷം എല്ലാം കൃത്യം നടുവിലൂടെ ഒന്ന് മടക്കണം. അപ്പോൾ നമ്മൾ ഒന്ന് മടക്കിയിട്ടുണ്ട്. ഇതുപോലെ ബാക്കി 2 കൂടി ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ 3 പേപ്പറും മടക്കിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു പേപ്പർ ഇങ്ങനെ പിടിക്കുക. അതിനുശേഷം ഈ മടക്കിൻ്റെ അകത്തുകൂടി ഈ പേപ്പർ കടത്തി വിടുക. ഇതുപോലെ കടത്തി വിടുക. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് ഇടേണ്ടത്. അതിനുശേഷം അടുത്ത പേപ്പർ, ഇതിൻ്റെ മടക്ക് ഇവിടെയാണ് വരുന്നത്. ഇവിടെയാണ് 2 വ്യത്യസ്തമായ സ്ഥലം വരുന്നത്. ഈ പേപ്പറിൽ വരേണ്ടത് മടക്ക് ഇപ്പുറ സൈഡാണ് വരേണ്ടത്, നേരെ ഓപ്പോസിറ്റ്. അതുപോലെ ഈ പേപ്പർ ഇതിൻ്റെ അകത്തു കൂടിയാണ് ഇട്ടത്, പക്ഷേ ഈ പേപ്പർ ഇതിൻ്റെ പുറത്തു കൂടിയാണ് ഇടേണ്ടത്. അതായത് ഇതാണ് പുറത്ത് വരേണ്ടത്, ഇങ്ങനെ. അതിനുശേഷം ഈ 2 ആയിട്ട് നിൽക്കുന്ന സൈഡ് മറ്റേ പേപ്പറിൻ്റെ ഈ വിടവിൽ കൂടെ ഇടുക. ഇനി ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പാണ് കിട്ടുന്നത്. ഇനി ഈ 3 സൈഡുകളും വലിച്ച് ടൈറ്റ് ചെയ്യുക. 3 പേപ്പർ എടുക്കുന്നതും ഒരേ സൈസിലാകുമ്പോഴാണ് അത് ഭംഗിയായി കിട്ടുന്നത്. നല്ലപോലെ വലിച്ച് ടൈറ്റ് ചെയ്യുക. ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു കോണ് പോലത്തെ ഷേപ്പിലേക്ക് മാറിയിട്ടുണ്ടാകും. ഇത്ര മാത്രമേ ഇതിൻ്റെ പ്രൊസീജിയർ വരുന്നുള്ളൂ. ഇപ്പം നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഈ നീളം അധികമാണെങ്കിൽ ഇത് കുറച്ച് മുറിച്ച് കളയാം. അപ്പോൾ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് ഞാൻ ഫാനിൻ്റെ അടിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ കാറ്റടിക്കുമ്പോൾ ഇത് നന്നായിട്ട് കറങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് നിങ്ങൾ പിടിച്ചിട്ട് ഓടുകയാണെങ്കിലും ഇതേപോലെ തന്നെ സംഭവിക്കും. ഇപ്പോൾ വീഡിയോക്ക് വേണ്ടി ഓടാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഫാനിൻ്റെ അടുത്ത് വന്നിരുന്നത്.